എന്തായാലും നമുക്കൊപ്പം ജോഷി കുര്യനും എസ് വിജയകുമാറും ലക്ഷ്മി പത്മയും അപർണ കുറുപ്പും കൂടി ചേരുന്നുണ്ട്. നമുക്ക് അവരിലേക്ക് കൂടി പോകാമെന്ന് കരുതുന്നു. അപ്പോൾ ബംഗാളിൽ പോളിംഗ് ഇങ്ങനെ കുതിച്ചുയരുന്ന ഒരു സാഹചര്യമാണ്. എസ് വിജയകുമാർ, 2021 തെരഞ്ഞെടുപ്പിൽ 294 സീറ്റിൽ 213, ഉപതെരഞ്ഞെടുപ്പ് അടക്കം വന്നപ്പോഴേക്കും 215 കയ്യിലുണ്ട് തൃണമൂലിന്, 77 BJPയുടെ കയ്യിലുള്ളത്. ഈ ഉയർന്ന പോളിംഗ് ശതമാനം അതിപ്പോൾ അസമിലും ഉയരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബംഗാളിലെ ഉയർന്ന പോളിംഗ് ശതമാനം ഭരണാനുകൂല തരംഗമാണോ ഭരണവിരുദ്ധ വികാരമാണോ? എന്താണ് ബംഗാളിൽ സംഭവിക്കുന്നത്? ഈ ഉയർന്ന പോളിംഗ് ശതമാനത്തിന്റെ പിന്നിലെ രഹസ്യം എന്താണ് എന്നത് സംബന്ധിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ഈ ദിവസങ്ങളിൽ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ മുതൽ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ പങ്കുവയ്ക്കുന്നത്. കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു വിഭാഗം പറയുന്നത് ഭരണവിരുദ്ധ വികാരത്തിന് അപ്പുറത്ത് മറ്റെന്തൊക്കെയോ മമതാ ബാനർജിക്കെതിരെ ഗ്രൗണ്ടിലുണ്ട് എന്ന് പറയുന്നു. വേറൊരു വിഭാഗം പറയുന്നത് SIR-നെതിരായ ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണം, SIR ആളുകളുടെ പൗരത്വം റദ്ദാക്കും എന്ന മമതാ ബാനർജിയുടെ ക്യാമ്പയിൻ ന്യൂനപക്ഷ മേഖലകളിൽ വലിയ സ്വാധീനം ചെലുത്തി അവരുടെ വോട്ടുകൾ കൂട്ടത്തോടെ രേഖപ്പെടുത്തിയതാണ് ഈ പറയുന്ന കുതിച്ചുചാട്ടത്തിന് കാരണമെന്ന് പറയുന്നു. ഇതൊന്നുമല്ല, SIR-ന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പോലെ ശുദ്ധമാക്കപ്പെട്ട ഒരു വോട്ടർ പട്ടികയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന, അതായത് SIR-ന് ശേഷം തെരഞ്ഞെടുപ്പ് നടന്ന കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ സമാനമായ മികച്ച പോളിംഗ് ഉണ്ടായി. അതിൻ്റെ ആ നിരക്ക് വർധന മാത്രമാണ് ബംഗാളിലും ഉണ്ടായത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല, അസ്വാഭാവികമായ ഒന്നുമില്ല എന്ന് കരുതുന്നവരുമുണ്ട്. പക്ഷേ ബംഗാളിൽ എന്തോ ഗ്രൗണ്ടിലുണ്ട്. അത് ഭരണത്തിനെതിരായ ജനവികാരമാണോ, ഏതെങ്കിലും തരത്തിലുള്ള വോട്ടുകളുടെ കേന്ദ്രീകരണമാണോ, അതല്ല മമതാ ബാനർജിക്ക് അനുകൂലമായ ഒരു വികാരമാണോ എന്നറിയില്ല. നമുക്ക് ജോഷി കുര്യനോട് കൂടി ചോദിക്കാം. എസ് വിജയകുമാർ, ജോഷി, 90%, 89.99 എന്ന് പറയുമ്പോൾ നമുക്കത് റൗണ്ട് ഓഫ് ചെയ്താൽ 90% ആണ്. അതായത് പോളിംഗ് അവസാനിക്കാൻ 1 മണിക്കൂർ ബാക്കി നിൽക്കെയാണ് ഈ കണക്ക് വരുന്നത്. അവസാന മണിക്കൂർ ആകുമ്പോഴേക്കും ബംഗാളിനി വോട്ട് ചെയ്യാത്തവരായി ആരും ഉണ്ടാകില്ല എന്ന ഘട്ടമായിരിക്കുമോ നമ്മൾ കാണുക? സുജയ നേരത്തെ പറഞ്ഞ പോലെയാണ്, 100-ൽ 101% പോളിംഗ് വരുമോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിരിച്ചുകൊണ്ട് ചോദിക്കാം. പക്ഷേ അതൊരു അപ്രതീക്ഷിതമായ ഒരു പോളിംഗ് എന്ന് പറയേണ്ടി വരും. കാരണം ആദ്യഘട്ടത്തിൽ 93% പോളിംഗ് ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നു അത് ഏതാണ്ട് ഒരു 93-94 തന്നെ ഈ രണ്ടാം ഘട്ട പോളിംഗും എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും വലിയ പോളിംഗ് അവിടെ നടന്നു എന്നുള്ളത് തന്നെ നമുക്ക് കണക്കാക്കാം. അതിന് പ്രാദേശികമായ ചില കാരണങ്ങൾ കൂടി കണക്കാക്കേണ്ടതുണ്ട്. അത് ഈ തമിഴ്നാട്ടിലും ബംഗാളിലും ഒക്കെ തന്നെ ഇത്തവണ കണ്ട ഒരു പ്രാദേശിക വികാരമുണ്ട്. അത് ഈ ബംഗാളിലേക്ക് പോയാൽ ബംഗാളി വികാരമാണ്. അതായത് NDA അവിടേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു വലിയൊരു വികാരം തൃണമൂൽ അവിടെ വലിയ തോതിൽ ഉയർത്താൻ ശ്രമിച്ചിരുന്നു. അതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും എന്നൊരു വലിയ വികാരം അവിടെ ഉയർത്താൻ തൃണമൂലിന് കഴിഞ്ഞു. അങ്ങനെ ഒരു ബംഗ്ലാ വികാരം അവിടെ ഉയർത്തി അതൊരു വോട്ടായി മാറുന്നു എന്നൊരു സംശയം വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും ഈ പറയുന്ന ഈ തൃണമൂലിന് വലിയ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന മേഖലകളിലൊക്കെ തന്നെ, അത് കൊൽക്കത്തയിലെ മണ്ഡലങ്ങളിലായാലും നഗരകേന്ദ്രീകൃത മണ്ഡലങ്ങളിലായാലും ഒക്കെ തന്നെ അവിടെയും സമാനമായ രീതിയിലുള്ള ഇത്തരത്തിലുള്ള വലിയ വോട്ടിംഗ് പാറ്റേൺ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ, ഈ മണിക്കൂറുകളിലൊക്കെ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു പ്രധാനപ്പെട്ട സംശയം ഉണ്ടായിരിക്കുന്നത്, ഇത് ഭരണവിരുദ്ധ വികാരം തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ തൃണമൂൽ വലിയ പ്രതീക്ഷ ഈ ഘട്ടത്തിലും വെച്ച് ഉറപ്പിക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ തവണത്തെ പോലെ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിലേക്കൊന്നും പോയില്ലെങ്കിലും ഭരണം നിലനിർത്താൻ കഴിയുന്ന ഒരു ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ നമ്മൾ നേരത്തെ തമിഴ്നാട്ടിൽ കണ്ടില്ലേ, അതായത് തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടതാണ്, തമിഴ്നാട്ടിൽ ഈ കേന്ദ്ര സർക്കാരുമായുള്ള ഒരു പോരാട്ടം എന്ന നിലയിലായിരുന്നു തമിഴ്നാട്ടിൽ DMK ഒക്കെ തന്നെ അവരുടെ ഈ തെരഞ്ഞെടുപ്പിനെയൊക്കെ തന്നെ കണ്ടിരുന്നത്. സമാനമായ രീതിയിൽ തന്നെയാണ് തൃണമൂലും, അതായത് കേന്ദ്ര സർക്കാരിനെതിരായ ഒരു കേന്ദ്ര സർക്കാർ വേഴ്സസ് ഒരു ബംഗാൾ എന്ന നിലയിലായിരുന്നു ഈ പറയുന്ന തൃണമൂൽ ഈ തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ പ്രചാരണ രോഗങ്ങളിലൊക്കെ തന്നെ അവതരിപ്പിച്ചത്. അത് എത്ര കണ്ട് പ്രതിഫലിക്കുമെന്നുള്ള വളരെ പ്രധാനപ്പെട്ട, നേരത്തെ വിജയം പറഞ്ഞ പോലെ തന്നെ ഇത്തവണ SIR വന്നപ്പോൾ ഒരുപാട് വോട്ടുകൾ ഇല്ലാതായി പോയിട്ടുണ്ട്. ഈ ബംഗ്ലാദേശികളായ ഒരുപാട് ആളുകൾക്ക് അവിടെ വോട്ടുകൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഈ പറയുന്ന മുർഷിദാബാദ് കടന്ന് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആ ഒരു നിരപ്പാക്കൽ, വെട്ടിച്ചുരുക്കൽ ഒക്കെ തന്നെ ഇത്തവണ ആരെ സ്വാധീനിക്കും, ആരെ ബാധിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. പക്ഷേ ഒപ്പത്തിനൊപ്പം അല്ലെങ്കിൽ കുറച്ച് തൃണമൂലിന് മേൽക്കൈ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ ഈ ഘട്ടത്തിൽ എക്സിറ്റ് പോൾ വരും മുമ്പ് കാണുന്നത്. സുജയ, ഓക്കെ, നമുക്ക് ലക്ഷ്മി പത്മയിലേക്ക് വന്നാൽ, ലക്ഷ്മി പത്മ, ഇവിടെ ലക്ഷ്മീർ ഭണ്ഡാർ അതിൽ ഒരു വലിയ പങ്ക് വഹിച്ചതാണ് തൃണമൂലിന്റെ വോട്ട് വിഹിതം ഉയർത്തുന്നതിൽ. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് ഈ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് പെർഫോമൻസ് ആണ് നമ്മുടെ മുന്നിലുള്ള ആധികാരികമായ ഒരു രേഖ എന്ന് പറയുന്നത്. അപ്പോൾ 2019 അപേക്ഷിച്ച് തൃണമൂലിനാണ് അവിടെ നേട്ടം ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തൃണമൂലിന് നേരത്തെ ലഭിച്ച, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 215 കയ്യിലുണ്ട്. അതിൽ നിന്ന് കുറച്ച് താഴേക്കിറങ്ങിയാലും അധികാരം നിലനിർത്താൻ കഴിയുന്ന രീതിയിലായിരിക്കുമോ ഈ ഉയർന്ന പോളിംഗ് അവരെ തുണയ്ക്കുക?
ഞാനും അങ്ങനെ തന്നെയാണ് സുജയ. ഈ പോൾ കഴിയുന്നതിന് മുന്നേ വിലയിരുത്തുന്നത് അങ്ങനെ തന്നെയാണ്. അവിടെ BJPക്ക് നിലവിൽ 77 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. അവർക്ക് എത്ര പിടിച്ചാലും 148 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അപ്പോൾ അതിലേക്ക് എത്തുവാൻ അവർക്ക് ഒരുപാട് ശ്രമിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മൾ നേരത്തെ നിങ്ങളെല്ലാം സൂചിപ്പിച്ച പോലെ SIRൽ നിന്നും ഒഴിവാക്കപ്പെട്ട വോട്ടർമാരുടെ കണക്കുകൂടി നോക്കണം. അത് 1,00,000 ലക്ഷത്തിലധികം വോട്ടർമാർ SIRൽ നിന്ന് ഒഴിവാക്കപ്പെടുകയാണ്. ഈ ഒഴിവാക്കപ്പെട്ടവരിൽ ഭൂരിഭാഗവും മുസ്ലിം വോട്ടർമാരാണ് എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിന് ഒരു പ്രചാരണവും നടത്താതെ തന്നെ മുസ്ലിം വോട്ടുകൾ തൃണമൂലിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കോൺഗ്രസും അതിശക്തമായി പോരാടുന്നുണ്ട് എങ്കിൽ പോലും കോൺഗ്രസിലേക്കൊക്കെ വോട്ട് സ്പ്ലിറ്റായി പോകാതിരിക്കുവാൻ അവിടുത്തെ മുസ്ലിം വോട്ടർമാർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. മാത്രമല്ല അവിടെ BJP ഉയർത്തിയ പ്രധാന പ്രചരണ ആയുധം എന്തായിരുന്നു? അതിർത്തി കടന്ന് നുഴഞ്ഞുകയറ്റക്കാരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തുന്നു എന്നാണ് പറയുന്നത്, ബംഗ്ലാദേശിൽ നിന്നും. അതും മുസ്ലിം ഐഡന്റിറ്റി ഉള്ളവരെ ഉന്നം വെച്ചുള്ള BJPയുടെ ഒരു വർഗീയ പ്രചാരണം തന്നെയായിരുന്നു. മാത്രമല്ല അങ്ങനെ നുഴഞ്ഞുകയറ്റം പ്രചരിപ്പിക്കുന്ന രീതിയിൽ ഒരു രാജ്യവിരുദ്ധ പ്രവർത്തനം മമതാ ബാനർജി ചെയ്യുന്നു എന്നാണ് BJP അതിശക്തമായി അവിടെ പ്രചരണങ്ങളിൽ അഴിച്ചുവിട്ടത്. മോദി അടക്കമുള്ളവർ, അമിത്ഷാ അടക്കമുള്ളവർ അവിടെ കേന്ദ്രീകരിച്ച് നടത്തിയ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രധാനമായും അതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ മുസ്ലിം വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ സംഭവിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് കോൺഗ്രസിലേക്കോ മറ്റു പാർട്ടികളിലേക്കോ സ്പ്ലിറ്റായി പോവില്ല, അത് തൃണമൂലിന് കിട്ടും. അങ്ങനെ ഒരു 4.0 ദീദി അവിടെ സാധ്യമാക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സുജയ. ഓക്കെ, അപർണക്കുറുപ്പ്, ഇവിടെ ഇപ്പോൾ പ്രോമിസസ്, വാഗ്ദാനങ്ങളുടെ കാര്യം വെച്ച് നോക്കിയാൽ ആരും ഒട്ടും തന്നെ പിന്നോട്ടല്ല. കാരണം അതിൽ പ്രത്യേകിച്ചും ഒരു വിമൻ വെൽഫെയർ എന്നുള്ളതായിരുന്നു രണ്ട് കൂട്ടരുടെയും പ്രധാനപ്പെട്ട ആയുധം. മമതാ ബാനർജി തന്നെയാണ് അവിടുത്തെ സ്ട്രോങ്ങസ്റ്റ് ഫേസ്. അവിടെ സുവേന്ദു അധികാരി ഭവാനിപൂരിൽ നേരിട്ട് മത്സരിക്കുന്നുണ്ട് എങ്കിൽ പോലും മമതയുടെ ആ ഒരു ലീഡർഷിപ്പ് എഡ്ജ് അത് മറികടക്കാൻ സാധിക്കുന്നുണ്ടോ? മമതയ്ക്ക് അനുകൂലമായ ഒരു വികാരമാണോ നമ്മൾ പോളിംഗ് ബൂത്തുകളിൽ സ്ത്രീകളടക്കമുള്ളവർ കൂട്ടമായി എത്തുന്നത് കണ്ടിട്ട് മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സുജയ, നമ്മളൊരു 4 സെക്ഷനായിട്ട് ഇതെടുക്കണം. ഇപ്പോൾ ഈ ഉയർന്ന പോളിംഗ്, ഒന്നാം ഘട്ടത്തിൽ നമ്മൾ കണ്ട വലിയ പോളിംഗ് ഉണ്ട്. രണ്ടാം ഘട്ടത്തിൽ അതിലും വലിയൊരു പോളിംഗിലേക്ക് കടക്കുമ്പോൾ അതിലൊന്ന് പൂർവ്വ ബർദ്ധമാനിൽ ഉണ്ടാകുന്ന വലിയ പോളിംഗ്, അതിനുശേഷം ഉണ്ടാകുന്നത് ഹൂഗ്ലി, പിന്നീട് ഹൗറ, പിന്നീട് കൊൽക്കത്ത സൗത്ത്, അതായത് ഈ ഭവാനിപൂർ അടക്കമുള്ള കൊൽക്കത്ത സൗത്തിൽ ഒരുപക്ഷെ ഈ പൂർവ്വ ബർദ്ധമാൻ ആ മേഖലയുമായിട്ട് നോക്കുമ്പോൾ ഒരല്പം കുറഞ്ഞ രീതിയിലാണ് പോളിംഗ് വരുന്നത്. ഈ പൂർവ്വ ബർദ്ധമാൻ എന്ന് പറയുന്നത് TMCയെ സംബന്ധിച്ചിടത്തോളം, മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾക്ക് കൂടുതൽ സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള സ്ഥലമാണ്. അവിടെ കൃത്യമായിട്ട് ഒരു വോട്ട് കൺസോളിഡേഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് കൗണ്ടർ കൺസോളിഡേഷൻ എന്നാണ് വിളിക്കേണ്ടത്. അതായത് TMCയുടെ ക്ഷേമ പദ്ധതികൾ, ലക്ഷ്മി ഭണ്ഡാർ അടക്കമുള്ള പദ്ധതികൾ, സ്ത്രീ വോട്ടർമാർ കൂടുതലാണ് പൂർവ്വ ബർദ്ധമാനിൽ. അപ്പം ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തുന്ന പൂർവ്വ ബർദ്ധമാനിൽ സ്ത്രീ വോട്ടർമാർ കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും, നേരത്തെ നമ്മൾ SIRന്റെ കാര്യം പറഞ്ഞു, SIRൽ ഒരുപാട് പേരുകൾ, ലക്ഷക്കണക്കിന് പേരുകൾ ഈ പട്ടികയിൽ നിന്ന് വെട്ടിക്കളഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ബംഗാളി വികാരം ഉയർത്തി കത്തിക്കാൻ മമത എല്ലാ പ്രചാരണ വേദിയിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടാകുമ്പോൾ ഇതിന് മറുപടി കൊടുക്കുക പോളിംഗ് ബൂത്തിൽ എത്തിയ ശേഷമായിരിക്കും. പോളിംഗ് ബൂത്തിൽ കൂട്ടമായിട്ട് സ്ത്രീകളടക്കം എത്തുക, അങ്ങനെ വോട്ട് ചെയ്യുക, അങ്ങനെ BJPയുടെ ഒരു ഇൻഫിൽട്രേഷൻ ഞങ്ങൾ തടയുകയാണ് എന്ന് കൃത്യമായിട്ട് ഈ പോളിംഗ് ശതമാനത്തിലൂടെ പ്രഖ്യാപിക്കുക. ഇതും മമത ഉയർത്തിവിട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ പൂർവ്വ ബർദ്ധമാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോളിംഗ് ശതമാനം കൂടുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരും. സ്ത്രീ വോട്ടർമാരുടെ ഒരു കവചമാണ് മമത ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്ത്രീ വോട്ടർമാരുടെ എണ്ണവും ടാലിയും കൂടുതലുള്ള മേഖലകളിൽ പോളിംഗ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും മമതയുടെ പദ്ധതികൾക്കൊപ്പം ഭരണകക്ഷിയോടൊപ്പം നിൽക്കുകയാണ്. പിന്നെ ഒറ്റ കാര്യം കൂടെ സുജ, ബൂത്ത് ലെവൽ ഓർഗനൈസേഷൻ എല്ലാ കാലത്തും ബംഗാളിൽ ഏത് കക്ഷിയാണോ ഭരിക്കുന്നത് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും എപ്പോഴൊക്കെ നമുക്ക് കേരളത്തിൽ ഒരുപക്ഷെ അത് മാറിയെന്നെങ്കിലും പറയാൻ പറ്റും, പക്ഷേ ഈ ഓർഗനൈസേഷൻ എപ്പോഴും ഭരണകക്ഷിക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഇത്ര ശക്തമായിട്ടുള്ള പോളിംഗ് TMCക്കും മമതാ ബാനർജിക്കും തന്നെയായിരിക്കും ഗുണമാവുക. ഓക്കെ, എന്തായാലും നമുക്ക് വേണുബാലകൃഷ്ണനിലേക്ക് നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, വേണുബാലകൃഷ്ണൻ, പശ്ചിമ ബംഗാളാണ് അവസാനമായി ഈ 5 ഇടങ്ങളിൽ ഒന്നിച്ച് വോട്ടെടുപ്പ് ഫലം വരാൻ പോകുന്ന, വോട്ടെണ്ണാൻ പോകുന്ന 5 ഇടങ്ങളിൽ അവസാനത്തെ വോട്ടും ഇപ്പോൾ പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്യൂ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കുറച്ച് സമയം കൂടി നീട്ടിക്കൊടുത്തത് കൊണ്ട് അത് 6 വരെ ഒരു പക്ഷേ പോയേക്കാം. എന്നാലും ഈ 93 എന്ന് പറയുന്നത് അത് നമ്മൾ പ്രതീക്ഷിച്ച ഒരു കണക്കേ അല്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, 2 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിൽ രണ്ടാമത്തെ ഘട്ടം പോളിംഗ് നടക്കുന്നതെല്ലാം മമതാ ബാനർജിക്ക്, തൃണമൂലിന് വലിയ മേധാവിത്വമുള്ള സ്ഥലങ്ങളാണ്. ഇതൊരു തുടർച്ചയുടെ സൂചനയാണ്. തീർച്ചയായിട്ടും ഈ ഉയർന്ന പോളിംഗ് ശതമാനം പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഈ
രണ്ട് സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് നിർണായകമാണ്. ആസാമിനെ സംബന്ധിച്ചും ബംഗാളിനെ സംബന്ധിച്ചും. കാരണം ഈ നുഴഞ്ഞുകയറ്റം എന്നതിൻ്റെ ഭാഗമായി ഒരു വിഭാഗം വലിയ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന രണ്ട് സ്ഥലങ്ങളായിരുന്നു ആസാമും ബംഗാളും, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും വിലപ്പെട്ടതായി മാറുന്നു ഈ വോട്ടെടുപ്പ് പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നത്. അത്രയും അമൂല്യമായിരിക്കുന്നു. ഒരുപക്ഷെ നാളെ ഈ രാജ്യത്ത് നമുക്ക് നിൽക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിൻ്റെ ഒരു ഹിതപരിശോധന പോലുമായിട്ടാണ് ഈ വോട്ടെടുപ്പ് മാറുന്നത് പല സംശയ നിഴലിൽ നിൽക്കുന്നവർക്കും. അതുകൊണ്ട് വലിയ തോതിൽ ഇത്തവണ എല്ലാവരും വന്ന് വോട്ട് ചെയ്യുന്നു. അതാണ് ഈ അസാധാരണമായി പ്രത്യേകിച്ച് ബംഗാളിലും ആസാമിലും ഈ പോളിംഗ് ശതമാനം ഉയരുന്നതിൻ്റെ ഒരു കാരണം. മറ്റൊന്ന് ഈ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അക്രമ സംഭവങ്ങളിൽ ഇപ്പോൾ ഇന്ന് വളരെ അഗ്രസീവായി സുവേന്ദു അധികാരി ഇറങ്ങുന്നത് കണ്ടു. അത് നൽകുന്ന സൂചന എന്നത് ഏറ്റവും തൃണമൂലിന് ശക്തിയുള്ള സ്ഥലങ്ങളാണ് ഈ 142 മണ്ഡലങ്ങൾ. അവിടെ എപ്പോഴും ജനവിധിയെ അട്ടിമറിക്കുന്ന തരത്തിൽ അക്രമാസക്തമായി തൃണമൂൽ വരാറുണ്ട് എന്നതൊരു വാസ്തവമാണ്. കോൺഗ്രസിനും ഇടതുപക്ഷ പാർട്ടികൾക്കുമൊക്കെ നിശബ്ദരാകേണ്ടി വരുന്നത് അവർക്ക് ബൂത്തുകളിൽ പോലും ആളുകളെ വെക്കാൻ കഴിയാതിരിക്കുന്നത്. ബൂത്ത് ഏജന്റിനെ ആക്രമിച്ചിട്ടുണ്ട് തൃണമൂൽ. അതെ, ഈ തൃണമൂലിന്റെ ഈ പറയുന്ന ഒരു സംശയവും വേണ്ട, മമതയുമായി ബന്ധപ്പെട്ട് അവരുടെ രാഷ്ട്രീയത്തെ അംഗീകരിക്കുമ്പോൾ പോലും ഈ അക്രമ സ്വഭാവത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്തുന്ന രീതികൾ അവർക്കുണ്ട്. അങ്ങനെ വേണ്ട, ഇവിടെ ഞങ്ങളുണ്ട് എന്ന് കൃത്യമായി വോട്ടർമാർക്ക് ഒരു വിശ്വാസം നൽകി നിങ്ങൾ ഇറങ്ങി വന്ന് വോട്ട് ചെയ്യൂ എന്നതിന്റെ ഒരു സന്ദേശമായിട്ടാണ് ഞാൻ ഈ സുവേന്ദു അധികാരിയുടെ ഇതുവരെ ഇല്ലാത്ത ഈ അക്രമ സ്വഭാവത്തിലുള്ള പ്രതികരണത്തെ കാണുന്നത്. കൂടാതെ അവിടെ നമുക്ക് അറിയുന്നത് പോലെ അവിടെ IPS ഉദ്യോഗസ്ഥരെ മുഴുവൻ മാറ്റുന്നു, അസാധാരണമായി ചീഫ് സെക്രട്ടറി അടക്കം മാറ്റുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതൊക്കെ ചെയ്യുന്നത് ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അമിത്ഷാ പറഞ്ഞത് വളരെ പ്രധാനമാണ്. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം ജനവിധി വന്നാലും 6 മാസത്തേക്ക് അവിടെ കേന്ദ്രസേന ഉണ്ടാകുമെന്ന്. അപ്പോൾ കേന്ദ്രത്തിന്റെ കാവലിൽ തന്നെ ആയിരിക്കും ഇന്നത്തെ വോട്ടെടുപ്പ് മാത്രമല്ല മെയ് 4 ശേഷവുമുള്ള ബംഗാൾ. ദാറ്റ് മീൻസ് ഒരു 180യിലേക്ക് വന്ന് എൻഡ് ചെയ്യാനുള്ള ക്ലോസ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ നിലവിൽ കാണുന്നത്. BJP നില മെച്ചപ്പെടുത്താം. BJP നില മെച്ചപ്പെടുത്തിയാലും ഒരു 110 അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്തായാലും നമുക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾക്കായി കാത്തിരിക്കാം. ഇനി എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനം ആർക്കൊപ്പം നിൽക്കും. മുന്നണികൾക്ക് നെഞ്ചെടുപ്പാണ്, മണിക്കൂറുകൾ എണ്ണിയുള്ള കാത്തിരിപ്പാണ്.